വെൽക്കം ടു അലാമി കിച്ചൺ. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ട് നമ്മുടെ ചാനൽ 10K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. മാഷാല്ലാ, സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യുന്നത് ചിക്കൻ മംഗോളിൻ്റെ നല്ല ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. അതിനുവേണ്ടി ആദ്യം ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, മല്ലിയില മിക്സിയിലൊന്നിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് വേണം ചിക്കനിലിടാൻ. ഇനി നമുക്ക് നന്നായി കഴുകിയ വെള്ളമെല്ലാം വാർത്തി എടുത്തിട്ടുള്ള ചിക്കൻ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ 2 കിലോൻ്റെ ഫ്രഷ് ചിക്കനാണ്. അപ്പം അതിൻ്റെ വേസ്റ്റെല്ലാം പോയിട്ട് ഒരു ഏകദേശം 1 കിലോ ഒരു 600 ഗ്രാം 1600 അത്രയുള്ള വെയിറ്റ് ഉണ്ടാവും. അപ്പോൾ അത് കറി പീസാക്കിയിട്ടാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള മല്ലിയില, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പിലൻ്റെ മിക്സ് ഇട്ട് കൊടുക്കണം. പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ വേണ്ടതൊരു 4 ടീസ്പൂണോളം മുളക് പൊടിയാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി, പിന്നെ നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഓറഞ്ച് റെഡ് കളർ കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് അത് ചേർക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 1 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു മുട്ടയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കണം. അതിനുശേഷം ഒരു 10 മിനിറ്റെങ്കിലും നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. എന്നിട്ട് നമുക്ക് നല്ല ചൂടായ എണ്ണയിലിട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. പുറത്തെ അടുപ്പിൽ നിന്നാണ് നമ്മളിപ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. പുറത്തെ അടുപ്പിലെ കുക്കിംഗ് കാണാത്ത കുറേ ദിവസമായില്ലേ. നല്ല തിളച്ച എണ്ണയിലിട്ടിട്ട് നമുക്കിത് നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. ക്രിസ്പി ആയിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ നന്നായിട്ട് എണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് ചിക്കൻ അതിൽ മുങ്ങിക്കിടന്നിട്ട് ഫ്രൈ ചെയ്താൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ കിട്ടുള്ളൂ. നമ്മൾ കല്യാണ വീട്ടിലും ഹോട്ടലിൽ നിന്നെല്ലാം കഴിക്കുന്ന ചിക്കൻ ഫ്രൈ നല്ല ക്രിസ്പി ആയിരിക്കും. അപ്പോൾ അവർ നന്നായിട്ട് എണ്ണ യൂസ് ചെയ്തിട്ട് ആണ് ഫ്രൈ ചെയ്യുന്നത്. നമ്മൾ എണ്ണ വേസ്റ്റ് ആയിപ്പോണ്ടെന്ന് വിചാരിച്ചിട്ട് കുറച്ച് എണ്ണ യൂസ് ചെയ്തിട്ടാണ് ഫ്രൈ ചെയ്യുക. അപ്പോൾ ആ ഒരു പെർഫെക്ഷൻ കിട്ടില്ല. അപ്പോൾ കുറച്ച് നന്നായിട്ട് ചിക്കൻ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ തന്നെ എണ്ണ ഒഴിച്ചിട്ട് വേണം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ. അതുപോലെ ചിക്കൻ ഇടുന്ന സമയത്ത് എണ്ണ നന്നായിട്ട് ചൂടായിരിക്കണം. ഞാനൊരു കല്യാണത്തിൻ്റെ സൽക്കാര വ്ളോഗിൽ ഈ ഒരു റെസിപ്പി ജസ്റ്റ് ഒന്ന് അതിൽ കാണിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് റെസിപ്പി വേണമെന്ന് പറഞ്ഞിട്ട് കുറച്ച് പേരെല്ലാം പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത്. നമ്മൾ ഈ ഒരു ഭാഗത്തൊന്നും അധികം പോപ്പുലർ ആകാത്ത എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള എല്ലാവരും ട്രൈ ചെയ്യേണ്ട ഒരു നല്ലൊരു ചിക്കൻ ഫ്രൈൻ്റെ റെസിപ്പിയാണ്. ഇനി നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത ആ എണ്ണയിൽ തന്നെ കുറച്ച് കറിവേപ്പില തണ്ടോട് കൂടിയിട്ട് നമുക്ക് ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി അടുത്ത പ്രോസസ്സാണ് ഇതിനെ നമ്മൾ സ്പെഷ്യലാക്കി എടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 100 ഗ്രാം അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. അണ്ടിപ്പരിപ്പ് കുതിർക്കേണ്ടതൊന്നും ആവശ്യമില്ല, അത് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഫൈൻ പൊടിയാണ്ട, എന്നാലും അത്യാവശ്യം പൊടിച്ചിട്ട് തന്നെ എടുക്കാം. അതുപോലെ തന്നെ കാശ്മീരി മുളക് പൊടിച്ചെടുക്കണം. കാശ്മീരി മുളക് 15 പീസാണ് എടുത്തത്. അതും ഇതുപോലെ നന്നായിട്ട് പൊടിച്ചെടുക്കണം. ഇനി ഒരു കടായി അടുപ്പിൽ വെച്ചിട്ട് ഒന്ന് ചൂടാകുമ്പോൾ അതിലേക്ക് 50 ഗ്രാം ബട്ടർ ഇട്ട് കൊടുക്കാം. അതൊന്ന് മെൽറ്റായി തുടങ്ങുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗീ ചേർത്ത് കൊടുക്കാം. ഇനി രണ്ടും കൂടി നന്നായിട്ടൊന്ന് മെൽറ്റായി വരണം. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം മെൽറ്റാക്കാൻ. ബട്ടർ പെട്ടെന്ന് കരിഞ്ഞു പോകും തീ കൂടിയാൽ.
ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള കാശ്മീരി മുളക് അതിട്ട് കൊടുക്കണം. അന്നേരം നമ്മൾ തീ കൂട്ടിയിട്ട് വെക്കാൻ പാടില്ല, കുറച്ചിട്ട് തന്നെ വെക്കണം. മുളകും പെട്ടെന്ന് കരിഞ്ഞു പോകുന്ന സാധനമാണ്. എന്നിട്ട് നല്ലതുപോലെ അതിൻ്റെ പച്ചമണമെല്ലാം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് പൊടിച്ചതും കൂടിയും ചേർത്ത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം. അണ്ടിപ്പരിപ്പിൻ്റെ ആ പച്ചമണമെല്ലാം പോകുന്നവരെ മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഇതിലേക്ക് 1/4 കപ്പ് മുതൽ 1/2 കപ്പ് വരെ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. ഞാൻ 1/4 കപ്പ് ആദ്യം ചേർത്തിട്ട് പിന്നെ കുറച്ചുകൂടി ചേർക്കുന്നുണ്ട്, അത് ഇതിൽ വന്നിട്ടില്ല. എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലിട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ മിക്സാക്കി എടുക്കണം. കുറച്ച് നല്ല സ്പൈസി ആയിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ ക്രഷ് ചെയ്തിട്ട് കാശ്മീരി മുളക് ഇടുമ്പോൾ അതിലൊരു 5 പീസ് സാധാരണ നമ്മൾ ചുവന്ന മുളക് ഇട്ടിട്ട് ക്രഷ് ചെയ്തിടുന്നതാണെങ്കിൽ നല്ല സ്പൈസി ആയിരിക്കും. ഇതിപ്പോൾ അത്യാവശ്യം സ്പൈസി ഉണ്ടാവും, എന്നാൽ ആ ഒരു സോസിൻ്റെ ആ മധുരം കൂടി വരുമ്പോൾ അത് ബാലൻസ് ആവും. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് കുറച്ച് വൈറ്റ് എള്ളിട്ട് കൊടുക്കാം. അതിനുശേഷം കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് തീ ഓഫാക്കിയതിന് ശേഷം ഒന്നും കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആൻഡ് വെറൈറ്റി ആയിട്ടുള്ള നല്ലൊരു ചിക്കൻ മംഗോളി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. ഈ ഒരു ഡിഷ് തൃക്കരിപ്പൂരെല്ലാം സെർവ് ചെയ്യുന്നത് ബിരിയാണിൻ്റെ കൂടെയെല്ലാം സെർവ് ചെയ്തത്. പക്ഷേ എനിക്കൊന്ന് ബിരിയാണിൻ്റെ കൂടെയെല്ലാം സെർവ് ചെയ്യുന്നതിൽ നല്ലത് നമുക്കിതുപോലെ ചപ്പാത്തി, പൊറോട്ട, അതുപോലെ തന്നെ റുമാലി റൊട്ടി അതുപോലത്തെ ഐറ്റംസിൻ്റെ കൂടെ സെർവ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം ഇതിലുള്ള ആ പൊടി നമുക്ക് കൂട്ടി കഴിക്കണമെങ്കിൽ ബിരിയാണിക്ക് ഓൾറെഡി മസാല ഉണ്ടാവും, അപ്പോൾ ആ പൊടിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഈ പൊടിയാണ് അതിൻ്റെ ടേസ്റ്റ്. അതിൽ അണ്ടിപ്പരിപ്പും ബട്ടറും ഇതെല്ലാം വരുന്നതുകൊണ്ട് ഭയങ്കര ടേസ്റ്റാണ് ആ പൊടി കഴിക്കാൻ. അപ്പോൾ നമുക്ക് ഇതുപോലെ ചപ്പാത്തിയോ പൊറോട്ടയോ എന്തെങ്കിലുടെയും കൂടെ സെർവ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ ഈ ഒരു പെരുന്നാളിന് എല്ലാവരും വെറൈറ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ മംഗോളി ട്രൈ ചെയ്ത് നോക്കണം. ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ്, മസ്റ്റ് ട്രൈ ആണ്. ഞാനിപ്പോൾ സെർവ് ചെയ്തിട്ടുള്ളത് റുമാലി റൊട്ടിൻ്റെ കൂടെയാണ്. റുമാലി റൊട്ടിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. റുമാലി റൊട്ടി ഇതുപോലത്തെ ഡ്രൈ ഐറ്റംസിൻ്റെ കൂടെയെല്ലാം സെർവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു റൊട്ടിയാണ്. നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാനും പറ്റും. അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്യാം. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം.